നമുക്കൊപ്പം ഒരു പരാതിക്കാരി കൂടി ചേരുന്നുണ്ട്. അതിജീവിതയാണ്. ഞാൻ പേരും ഐഡന്റിറ്റിയും വെളിപ്പെടുത്തുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ? ഓ, ബുദ്ധിമുട്ടില്ല. വിലാസിനി സ്ഥലം വെടിവെച്ചാങ്കോവിൽ വിലാസിനി. അത് പറ. ഞാൻ എന്റെ പേഴ്സണൽ കാര്യം പോലും ചെയ്യാതാണ് ഞാൻ ഇവരൊപ്പം നിൽക്കുന്നത്. കാരണം സമൂഹ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ എന്ന് ഓർത്തുന്നത്. സ്വന്തമായിട്ടുള്ള സമൂഹ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ. പൈസ ചോദിച്ചപ്പോൾ തന്നില്ല, അപ്പൊ സമൂഹ നന്മയ്ക്ക് വേണ്ടി ഇറങ്ങിയല്ലേ? ഇങ്ങനത്തെ നന്മ ചെയ്ത് നാട്ടുകാരെ ദ്രോഹിക്കരുത്. നിങ്ങൾ തമ്മിൽ വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നോ? വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ 2012 ഞാൻ പുള്ളിക്കാരൻ, കാരണം എനിക്ക് പുള്ളിക്കാരനായിട്ട് ഒരു ഇടപാടുണ്ടല്ലോ, ഞങ്ങൾ തമ്മിലൊരു ഇടപാടുണ്ട്. എന്നെ അങ്ങനെ അങ്ങ് മറന്നു കളയാൻ പിള്ളേരെ കൊണ്ട് ചെന്നൈ പോയി. ഇതിനിടയിൽ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു. ഞാനൊരു സിംഗിൾ പേരന്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ട് വരും, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. ഞാനൊരു പ്രാരാബ്ധക്കാരിയല്ലേ സാർ? കണ്ടാൽ അങ്ങനെ തോന്നുകയില്ലല്ലോ. കണ്ടാ പിന്നെ എങ്ങനെ തോന്നും? ഞാൻ മോളുടെ ഒരു ഫീസിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പലരോടും ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ച കൂട്ടർ ഇദ്ദേഹത്തിനോട് ചോദിച്ചത് തെറ്റാണ്. അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഏതെങ്കിലും ഘട്ടത്തിൽ അദ്ദേഹത്തോട് ഒരു സാമ്പത്തിക സഹായം ചോദിച്ചിരുന്നു? എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. എന്റെ ഭർത്താവ് ന്യൂസിലാൻഡിലാണ്, എന്റെ മോള് ലണ്ടനിലാണ്. സാമ്പത്തിക സഹായം ചോദിച്ചത് പറയട്ടെ, ചോദിച്ചോ? അപ്പൊ ഈ ബ്ലാക്ക് മെയിൽ ആരോപണത്തിന് തെളിവുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. സെറ്റിൽഡ് തെളിവ് കാണിക്കാൻ പറ. രംഗച്ചേട്ടൻ കാണിക്കും പറഞ്ഞാൽ കാണിക്കും. മുകേഷ് കോടതിയിൽ ചില തെളിവുകളൊക്കെ കൊടുത്തിരുന്നു. മകളുടെ ഫീസിന് വേണ്ടിയിട്ട് താങ്കൾ പണം ചോദിച്ചു. അത് ഏകദേശം എത്ര രൂപയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ഏതെങ്കിലും ഘട്ടത്തിൽ അദ്ദേഹത്തോട് ഒരു സാമ്പത്തിക സഹായം ചോദിച്ചിരുന്നു? എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ മോളുടെ ഒരു ഫീസിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ 25,000 ഞാൻ ചോദിച്ചു. ഇദ്ദേഹത്തിനോട് ചോദിച്ചത് തെറ്റാണോ? വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. അപ്പൊ എനിക്കൊരു 25,000 കുറവുണ്ട്, എന്നെ ഒന്ന് സഹായിക്കുവോ? ഞാൻ വളരെ പ്ലീഡിംഗ് ആണ് ചെയ്തത്, റിക്വസ്റ്റ്. ഒരു കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, എന്തെങ്കിലും തരടേ. അമ്മ അമ്മോ അമ്മ അമ്മുമ്മോ, ഈ പാവപ്പെട്ട പിച്ചക്കാരൻ എന്തെങ്കിലും ഡൊണേഷൻ തരടേ. മുകേഷിനോട് പണം എപ്പോഴെങ്കിലും സഹായം ചോദിച്ചിരുന്നോ? അത് കൂടാതെ അതിപ്പോ ഞാൻ ഇവിടെ എന്തൊക്കെയാലും ഞാൻ തുറന്നു പറയാം. ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. ഈ സമയം എന്റെ ഫോൺ എടുത്തിട്ട് മുകേഷിന്റെ നമ്പർ എടുത്തിട്ട്, മുകേഷിന്റെ ഫോൺ വിളിച്ചത് എന്റെ നമ്പറിൽ നിന്നാണോ ഇവന്റെ നമ്പറിൽ നിന്നാണ് എനിക്കറിയത്തില്ല. പക്ഷെ ഇവൻ വിളിച്ച് നല്ല ചീത്ത പറഞ്ഞു. ആദ്യം ഇവൻ എന്റെ ഫോണിൽ നിന്ന് എടുത്തിട്ട് മെസ്സേജ് അയച്ചു. ഇല്ല, എന്റെ ഫോണിൽ നിന്നാണോ അവൻ വിളിച്ചത്, പക്ഷെ ഞാൻ മിണ്ടിയിട്ടില്ല, എനിക്കറിയത്തില്ല. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ചാവട്ട് കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ എടുത്ത് നോക്കുന്നത്. നോക്കിയപ്പോഴാണ് ഇവൻ ഇങ്ങനെ അയച്ചേക്കുന്നില്ല. കാരണം ഞാൻ ഞെട്ടിപ്പോയി. അയ്യോ, ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് അതിന്റെ താഴെ എന്റെ അക്കൗണ്ട് നമ്പർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എന്റെ താഴെ 1 lakh. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. പെടുമോ എന്നാണ് ചോദ്യം. ഒരിക്കലും ഇല്ല. അതെങ്ങനെ ഞാനൊരു കാര്യം പറയാം. ബ്ലാക്ക് മെയിൽ ആണെങ്കിൽ ഞാൻ എന്ന് പീഡിപ്പിക്കപ്പെട്ടു അതിന് പിറ്റേ ദിവസം തന്നെ എനിക്ക് കസിൻസ് ഉണ്ട്. ഞാൻ വിചാരിച്ചാൽ ആൾക്കാർക്ക് വരും. അവരെ കൊണ്ട് എനിക്ക് എന്താ പുള്ളിക്കാരൻ ബ്ലാക്ക് മെയിൽ ചെയ്തുകൂടെ? അത് ചെയ്തിട്ടില്ല. എനിക്ക് എപ്പോഴും മെമ്പർഷിപ്പ് വേണമെന്ന് എനിക്ക് പുള്ളിക്കാരൻ പറഞ്ഞ് എന്തെങ്കിലും എനിക്ക് തരുമായിരിക്കാം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് സംഭവം മനസ്സിലായില്ലേ? അവസരത്തിനും അമ്മയിലെ മെമ്പർഷിപ്പിനും വേണ്ടിയിട്ട് മ്യൂച്വൽ കൺസെന്റോടെ സംഭവം നടന്നു. എന്നിട്ട് ഇപ്പൊ അത് പീഡിപ്പിച്ചെന്നുള്ള പരാതിയായിട്ട് വരുന്നു. അത്രേ ഉള്ള കാര്യം. വളരെ സൗഹൃദത്തോടു കൂടി മിനു സംസാരിച്ച 1-2 വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടല്ലോ മുകേഷുമായിട്ട്. ഇനി നമ്മൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ ഈ ഒരു നയപരമായിട്ട് നിന്നാലോ നാളെ ഇദ്ദേഹം വിചാരിച്ച നമുക്ക് ഫിലിം വരെ കിട്ടും. വേണമെങ്കിൽ ഇപ്പോൾ ഒരു MLA സ്ഥാനത്തിരിക്കുമല്ലേ, അപ്പോൾ എൻ്റെ എന്തെങ്കിലും ഒരു ജോലിക്കാരൻ എന്തെങ്കിലും പുള്ളിക്കാരെങ്കിലും ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു. ഇതൊക്കെ ഒരു നയപരമായിട്ടുള്ള ഒരു ചേച്ചിന്റെ ഒരു രീതികളാണെന്ന്. ഒരു തവണ പീഡിപ്പിക്കപ്പെടുക, അത് കാരണമായി ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക, ഇതൊക്കെയായിരുന്നു ചേച്ചിന്റെ ലക്ഷ്യം. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് അദ്ദേഹത്തിന് പിന്നീട് വേറെ രീതിയിലോ പ്രേമോ സ്നേഹമോ ഒരു മണ്ണാങ്കട്ടിയല്ല. ഇതൊരു നയപരമായിട്ട് ഇടപെടലായിട്ട് നിങ്ങൾ അത് കണക്കാക്കണം. മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. വളരെ ഇന്റിമേറ്റ് ആയിട്ട് ചില മെസ്സേജുകൾ അയച്ചിരുന്നു സുഹൃത്തുക്കൾക്കപ്പുറം. ഇന്റിമേറ്റ് അയക്കാൻ മാത്രം അങ്ങനെ ഒരു അദ്ദേഹത്തോട് എനിക്ക് ഒന്നുമുണ്ട്. അത് കാണിക്കട്ടെ. ഞാനൊരു കാര്യം പറയാം. എനിക്ക് ഇനി ഫിലിമിലോട്ട് എനിക്ക് ഇനി വരേണ്ടതാണ്. എനിക്ക് മെമ്പർഷിപ്പ് വേണം. എന്നെ പണ്ട് നിങ്ങൾ പ്രോമിസ് ചെയ്ത് പീഡിപ്പിച്ച ആളാണ്. എന്നെ പ്രലോഭിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയതാണ്. പിന്നെ പോലുള്ളവന്മാർ ഇതുപോലെ പല ഡയലോഗും പറയും. നമ്മൾ വേണം സൂക്ഷിക്കുക. ഇതൊന്നും മറക്കരുത്. എന്നെ ഇങ്ങനെ അതിന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് സ്മൈലി അയച്ചെങ്കിൽ അത് ജസ്റ്റ് റിമൈൻഡ് ചെയ്യും. Shall I remind you something? മാഡം, ഓർമ്മയുണ്ടോ ഈ മുഖം? ജീവിതത്തിൽ ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കേറി ഇറങ്ങി പോയതല്ലേ, ചിലപ്പോ മറന്നു കാണും. 10-12 കൊല്ലം മുമ്പുള്ള കഥയാ. ഒരു സ്മൈലി ചുമരത്തിന്റെ സ്മൈലിയും ഒരു സ്മൈലി ഹാർട്ടിന്റെ സ്മൈലിയും ആയിരുന്നു.
എല്ലാവരും ഉണ്ട്, കുറെ പേര് എല്ലാം ഫ്രണ്ട്സ് ആണ്. ഞാൻ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ. എന്നിട്ട് ഉമ്മ നമ്മൾ തറവാട്ടുകാരാ ദാനധർമ്മികളാ. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. അതിന്റെ ഒരു എന്താണ് ഐക്കോൺ എന്താ പറയാ, ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. അത് അയക്കുമ്പോ നമ്മൾ സ്ട്രേറ്റിലല്ല കൊടുക്കുന്നത്, അതെന്റെ ഒരു സ്നേഹപ്രകടനം. ദാറ്റ്സ് ഓൾ. അത് അതിനെ നിങ്ങൾ ലെസ്റ്റ് ആയിട്ട് കണക്കാക്കരുത് പ്ലീസ്. അത് ഞാൻ പറയാം. അപ്പൊ അതിനർത്ഥം എന്താ? അതെ ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പൊ ഞാൻ ഈ മോൾക്ക് വേണമെങ്കിൽ മോളെ കൊടുക്കും. കള്ളൻ ഇത്രയും പ്രായമായിട്ട് നാണം മാറിയില്ലല്ലോ. മിനു, എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് വായിച്ചപ്പോഴാണ് മുകേഷിന് ജാമ്യം കിട്ടിയത്. അതെ അതെ, എനിക്ക് മനസ്സിലായി. അപ്പൊ ഇത് കോർട്ട് അറിയുന്നില്ല ഇതിന് സത്യാവസ്ഥ. നീയാണല്ലോ കോടതി. അപ്പൊ ഒന്നുകൂടെ നമുക്ക് 25,000 രൂപ മിനുവിന്റെ ഒരു ബുദ്ധിമുട്ട് വന്ന സാഹചര്യത്തിൽ 25,000 രൂപ മിനുവിന് തന്നിരുന്നെങ്കിൽ മിനു ഒരു പക്ഷേ ഈ കേസുമായിട്ടോ ഇങ്ങനെ വെളിപ്പെടുത്തലൊന്നും മുന്നിൽ മുതിരില്ലായിരുന്നു അല്ലേ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പിലി ചവിട്ടിയ പോലെയായി.